IT ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭീകര പ്രശ്നം തന്നെയാണ്. അപ്പോൾ H1B എന്ന് പറയുന്ന ആ വിസ പ്രോസസ്സിങ് തന്നെ ആദ്യം ഞാൻ ഒന്ന് വിശദീകരിക്കാം. സാധാരണക്കാരന് മനസ്സിലാവുന്നവർ ടെക്നിക്കലി പോയാൽ കുറച്ചും കൂടി മെനകേടാവും. H1B വിസ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളെ അവിടുത്തെ തൊഴിലുടമയ്ക്ക് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടാവാം. ഒരു കൂലിപ്പണിക്കാരൻ അത്രേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയിട്ട് ഒരു 3 years എന്നോ അല്ലെങ്കിൽ അവർ നിശ്ചിത കാലയളവുണ്ട്. സാധാരണ അവിടുത്തെ അധികാരികൾക്ക് പേപ്പറുകളെ കൊടുക്കുമ്പോൾ ദേ വിൽ വെരിഫൈ എവറിത്തിങ്. ദേ ഇഷ്യൂ വിസ H1B വിസ ആൻഡ് വിച്ച് അലൗ ദം ടു വർക്ക് ദെയർ ഇൻ അമേരിക്കൻ സോയിലിൽ പോയി വർക്ക് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ ഒരു ശമ്പളം എന്ന് പറയുന്നത് തുടക്കകാലത്ത് ഞാനിതൊക്കെ എൻ്റെ എമൗണ്ടുകളൊക്കെ ഏകദേശം ഞാൻ പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് ഞാൻ നേരത്തെ ജാമ്യം എടുക്കാം. ഒരു ഏകദേശം ഒരു $60,000 to $65,000 ആണ് നമ്മളെല്ലാം വാർഷിക വരുമാനത്തിന് കണക്കാക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു 50 ലക്ഷം രൂപ ഒരു കൊല്ലം കിട്ടും എന്ന് വിചാരിച്ചോ. ഞാൻ എളുപ്പം കാൽക്കുലേഷൻ. ഈ 50 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾക്ക് അത്യാവശ്യം അമേരിക്കയിൽ സോളിഡാണ്. ഈസ് അബ്സല്യൂട്ട്ലി ഈസ് ഹാപ്പി, ഈസ് വർക്കിംഗ് വെരി ഹാർഡ്. അപ്പോൾ അവൻ്റെ ഒരു നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞാൽ 3 years കഴിഞ്ഞാൽ അവന് വീണ്ടും ആ തൊഴിലുടമയ്ക്ക് അവനിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്യാൻ അപ്ലൈ ചെയ്യാൻ. ഒരു I-29 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്. അത് ഈസി ആയിട്ട് ചെയ്യാവുന്നല്ലോ. ഓൺലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ആൾക്കാർ വെരിഫൈ ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ഈ ക്യാൻ ഗെറ്റ് അനദർ 2 years എന്നോ 3 years എന്നോ 1 year എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5-6 വർഷം കഴിയുമ്പോൾ അവനൊന്നും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം. ഒരു ബ്രേക്കിംഗ് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ ക്യാൻ സ്റ്റിൽ അപ്ലൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.